BCK ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹൈറേഞ്ചിലൊക്കെ ഇപ്പോൾ ഗ്രാമ്പൂ പറിക്കുന്ന തിരക്കിലാണ്. ഈ പ്രാവശ്യം ഗ്രാമ്പൂവും കുരുമുളകും എല്ലാം ഒരേ രീതിയിലാണ് വിളവായിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ വരൾച്ച രൂക്ഷമായിട്ട് ബാധിച്ചതുകൊണ്ട് രണ്ടും ഒരേ രീതിയിൽ വന്നു. അല്ലെങ്കിൽ 2 മാസം വ്യത്യാസത്തിലാണ് കുരുമുളകൊക്കെ പറിച്ചു കഴിയുമ്പോഴാണ് ഗ്രാമ്പു പറിക്കാറ്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഏതൊക്കെ രീതിയിലാണ് ഇതിൻ്റെ വിളവെടുക്കാൻ പാകമായിട്ടാണ് നിൽക്കുന്നുള്ള ഇപ്പോൾ വീഡിയോ കാണിച്ചു തരാം. മുകളിലിട്ടൊന്ന് കയറുവാണേ. ഇപ്പോൾ ഈ രീതിയിലാണ് ഗ്രാമ്പു വിളവെടുക്കാൻ പാകമായത്. ഈ മൊട്ട് ഈ രീതിയിൽ തന്നെ നിൽക്കണം. പൂ വിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഗ്രാമ്പൂവിൻ്റെ ഗ്ലാമറും പോവും, അതുപോലെ തന്നെ വെയിറ്റ് കുറയും. പൂ വിരിഞ്ഞു പോകുന്നതിന് മുമ്പ് പറിക്കുക. അതുപോലെ തന്നെ ഉണ്ടോ, ഇപ്പം ഇങ്ങനെ താഴോട്ട് ഇറക്കുകയാണ്. ബായി മോളി ഇരുന്ന് തടിയൊക്കെ കെട്ടി വെച്ചിരുന്നാണ് പറിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റ് ചെല്ലുന്ന ഗ്രാമ്പൂവിൽ ഈ രീതി നല്ല കാപ്പിക്കമ്പ് ഉണ്ടെങ്കിൽ കവുട്ടയിൽ ഈ ഗ്രാമ്പൂവിൻ്റെ കവുട്ടയായിട്ടുള്ള ഭാഗത്തേക്ക് ഇറക്കി വെച്ച് അകത്ത് നിന്ന് പറിക്കാം. ഈ വീഡിയോയുടെ കൂടെ ഇടുക്കി ജില്ലയിൽ കാഞ്ചേരിയിലുള്ള ഞങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഇത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കുകയാണ്. നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഉണക്കുന്നത് എന്നുള്ള നൂതനമായ രീതിയിലുള്ള രീതിയും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. മറ്റു ജില്ലയിലൊക്കെ കാസർഗോഡ്, വയനാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതും കൂടെ കമൻ്റായിട്ട് ഞങ്ങൾക്ക് ഇട്ട് വരുവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരു പ്രയോജനകരമാണ്. അതിനാൽ ആ വീഡിയോയും കൂടെ ഉൾപ്പെടുത്തി ഇപ്പോൾ തന്നെ കാണിക്കാം കേട്ടോ. നമ്മുടെ ഗ്രാമ്പു എല്ലാം പറിച്ച് വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇല കളഞ്ഞ് ഞങ്ങൾ ഈ രീതിയിൽ ഗ്രാമ്പു റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇതെങ്ങനെയാണ് അടത്തുന്നത് പല രീതിയിലാണ്. ഞാൻ വീട്ടിൽ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോണം, ഇത് നമ്മൾ മുളക് മെതിക്കുന്ന പോലെ മെതിക്കുകയാണ്. നമ്മൾ ഓരോന്നോരോന്നായി അടത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ചവിട്ടി മെതിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമുള്ള പരിപാടി കേട്ടോ. ഓക്കെയാണോ? ഇതിപ്പോൾ നമ്മൾ ചവിട്ടി മെതിച്ചിരിക്കുകയാണ്. ഇനി ഇത് ഇടഞ്ഞു പോയിരുന്നു. ഇടഞ്ഞു വാരിത് ഒന്നോടെ ചവിട്ടിയെടുത്താൽ നല്ലതാണ്. ഇടഞ്ഞു വാരി എടുക്കുക. അതുപോലെ തന്നെ ചവിട്ടി മെതിച്ചത് നേരെ കണ്ണുവലിപ്പുള്ള അരിപ്പയിൽ ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അരിപ്പക്കണ്ണിയിൽ കൂടി തന്നെ താഴോട്ട് പോകും. ഇതിനകത്തൂടെ ചെറുത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളിങ്ങനെ ഇത് പെറുക്കി പെറുക്കി മാറ്റിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രാമ്പു പൊടിച്ച്
തീർക്കാം. പെട്ടെന്ന് തന്നെ പണി തീരുന്നൊരു രീതിയാണ്. വീട്ടിലെല്ലാവരും കൂടെ കൂടി വൈകുന്നേരം പിള്ളേരെ എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ചെയ്യണം, പെട്ടെന്ന് പണി തീരും കേട്ടോ. അല്ല നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഓടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വലിപ്പം ഉള്ളതുകൊണ്ട് ഇതുണ്ടോ, ഇത് ഈ നേരെ താഴോട്ട് പോയിക്കോളും. ഇതൊക്കെ ഒന്നുകൂടെ ഇങ്ങനെ തിരുമ്മി എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് താഴോട്ട് പോയിക്കോളൂ. അത് ഈ ഗ്രാമ്പ് മുകളിൽ കിടക്കുകയും ചെയ്യും. ഈ രീതിയിൽ ഗ്രാമ്പ് പൊടിച്ച് എടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ രീതിയിൽ പെട്ടെന്ന് തന്നെ ഗ്രാമ്പ് അടത്തിയെടുക്കാൻ അറിയാമെങ്കിൽ ഈ വീഡിയോയിൽ അത് കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടെയൊക്കെ ഈ രീതിയിലാണ് ഗ്രാമ്പു ഉണക്കിയെടുക്കുന്നത്. നെറ്റ് ആദ്യമേ ഇട്ടു, അതിന് മുകളിൽ ഗ്രാമ്പു ഇട്ടു. അത് കഴിഞ്ഞ് വെള്ളത്തുണി ഇങ്ങനെ വിരിച്ചിരിക്കുകയാണ്. ഈ വെള്ളത്തുണി ഇങ്ങനെ വിരിച്ചാലുള്ള ഇതിൻ്റെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാമ്പു ഉണക്കിയെടുക്കുമ്പോൾ നല്ല കളറായിരിക്കും. ഇത് ഇന്നലെ ഇട്ട ഗ്രാമ്പുവാണ്. ഉണ്ടോ അതിൻ്റെ കളർ കണ്ടോ, നല്ലൊരു കളറല്ല. ഇത് ഉണങ്ങി വരുമ്പോഴത്തേനും 3 ദിവസം വേണം ഉണങ്ങാൻ. പിന്നെ ഇതുപോലെ തന്നെ മൂടി ഇട്ട് തന്നെ ഉണങ്ങണം കേട്ടോ. എന്നാലേ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ നല്ല വില കിട്ടുകയുള്ളൂ. ഇതൊക്കെ ഇന്നലെ പറിച്ചത് വൈകുന്നേരം പൊടിച്ചെടുത്ത് ഈ പരുവത്തിലേക്ക് ആക്കിയിരിക്കുകയാണ്. നല്ല പണിയുണ്ട് കേട്ടോ ഈ ഗ്രാമ്പു ഇതുപോലെ പറിച്ച് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. താങ്ക് യു.